കള്ളിപ്പെണ്ണേ ചെല്ലക്കുയിലേ മുല്ലപ്പൂവിൻ ചേലുള്ളോളേ. ആടാ കള്ളിപ്പെണ്ണിനും കെട്ടിപ്പിടിച്ചവിടെ നിന്നോ. ഓൻ്റെ ഒരു കള്ളിപ്പെണ്ണ് വന്നിക്കണ്. അണ്ണാക്കിലെത്തണെങ്കിലേ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? പോയി കടയിൽ പോയിട്ട് ഇതിന് മേടിച്ചോണ്ടാ, മീനെന്തിന് മേടിച്ചോണ്ടാ. ഒരു കള്ളിപ്പെണ്ണ് ആയിട്ട് വന്നിക്കണോ. ഈ ഇമ്മാനെ കൊണ്ട് ഞാൻ തോറ്റ്. ഇമ്മ അപ്പൊ ഇത് കേട്ടില്ലേ? അങ്ങനെ ഇങ്ങനെ കള്ളിപ്പെണ്ണ് വന്നാലോ വെച്ചിട്ട് ഞാൻ പാടിയതാണ്. ഉമ്മക്ക് അസൂയാണ്. കാരണം എന്നിപ്പോ ഉമ്മക്ക് ഇന്നെ കിട്ടുന്ന ഉമ്മയുടെ വിചാരം. പെണ്ണോട് വന്നോക്കട്ടെ. അപ്പൊ ഉമ്മാനെ ഞാനെന്റെ പെണ്ണും കൂടി ഉമ്മാനെ ഒരു പാഠം പഠിപ്പിക്കും. മൂത്തമ്മ പറഞ്ഞ മാതിരി കഴിഞ്ഞപ്പോ അവർക്ക് കള്ളിപ്പെണ്ണായിക്കും. ഓരോരുത്തരിങ്ങനെ മൂച്ചുമ്പോ അങ്ങനെ മൂറ്റി കൊടുക്കും. ഓരോടങ്ങനെ കേറാനും എന്താ ചെയ്യാറാ. തിന്ന പാത്രം ഉണ്ടാവും, അത് പോയി മോറില്ല. എന്നാ തിന്ന പാത്രം മോറണം. ചെക്കന് ഇങ്ങനത്തെ ചെക്കനല്ലേ ഇങ്ങനെ റബ്ബേ, നല്ലൊരു ചെക്കന്. എന്താ ചെയ്യാ റബ്ബേ എന്റെ തലയത്ത്. വേറെന്താ പറയാനുള്ളത്? കുഞ്ഞാപ്പോ ഏടാ പറഞ്ഞത് കേക്കടാ. കൊച്ചുകൊക്കെ തിന്നാൻ പോണെങ്കിലേ മീൻ മേടിച്ചോണ്ടിരിക്കേ. ചെക്ക എന്താ കടന്ന് പോയിട്ടില്ലേ? ഓരോക്കെ പാട്ടൊക്കെ നിർത്തിട്ട് എടുത്ത് ഉറങ്ങാനായ എനിക്ക് വേറെ ഒരു പണി. എന്നോട് ഞാൻ കടയിൽ പോയിട്ട് മീൻ മേടിക്കാൻ പറഞ്ഞത്. കൊച്ചു മീനില്ല, തല എനിക്ക് വേണം, ഉടൽ എനിക്ക് വേണം. ചീറ് പഠിക്കല്ലോ. എന്താ 50 ഉറുപ്പ്യുണ്ട്, പോയിട്ട് മേടിച്ചോണ്ടിരേ. പറഞ്ഞേക്കാ ആദ്യം. ഇമ്മ എന്താ ഇങ്ങനെ ഒന്ന് പാടാനല്ലേ ഞാൻ സമ്മതിക്കൂല. ഒന്ന് കെട്ടിന്ന് കളിക്കാനും സമ്മതിക്കൂല. ഇമ്മാക്കിപ്പോ ഭയമായിരുന്നില്ല. ഇമ്മാക്കിപ്പോ ഭയങ്കര അഹങ്കാരം കൂടിക്കണ്. എങ്ങനെ അഹങ്കാരം കൂടാതിരിക്കാ? ഇമ്മ ഇപ്പൊ 2 പേരേക്ക് പണിക്ക് പോകണ്ടല്ലോ. അപ്പൊ അതിന്റെ അഹങ്കാരം ആവും. അല്ലാതെ മനുഷ്യനെ ഒന്ന് കെടുന്നിട്ട് പാടാനോ ഒന്ന് കിനാവ് കാണാനോ ഒന്നും സമ്മതിക്കൂല. അങ്ങനെ വർത്താനം പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മീനങ്ങ മീൻ വാങ്ങാം. മീൻ വാങ്ങിയിട്ടില്ലെങ്കിലേ എനിക്ക് പൊരിച്ച് മീൻ കൂട്ടാൻ പറ്റൂല. അത് നല്ല ഐഡിയ തന്നെയാണ്. അപ്പൊ പോയിട്ട് വേഗം മീൻ വാങ്ങിക്കൊണ്ടിരട്ടെ. പൊരിച്ച മീൻ കൂട്ടണം. കാര്യമാക്കിന്നു മീൻ വാങ്ങാൻ കാര്യമാക്കി. ഒരു സിപ്പപ്പം വാങ്ങണം. മീന് മാത്രല്ല സിപ്പപ്പം വാങ്ങണം. അടച്ചോനെ ആവെന്താണ് ആ വണ്ടിമ്മ കാട്ടി കൂട്ടുന്നത്? ചെക്കൻ സർക്കസ് കളിക്കാണോ? വാവാ ഏടാ ഇതെന്താണ് വണ്ടിമ്മ കാട്ടി കൂട്ടുന്നത്? എന്താണ് എന്റെ വണ്ടിക്ക് പറ്റിയത്? കുഞ്ഞാപ്പുവാ, വണ്ടിന്റെ എണ്ണ കഴിഞ്ഞോളൂ. വണ്ടിക്ക് ഇതിന് എണ്ണ പെട്രോൾ വേണ്ട, അത് കഴിഞ്ഞ്. പെട്രോളില്ലേ? ആ കഴിഞ്ഞിപ്പോ എന്ത് ചെയ്യാ? ഞാൻ പൈസ എടുക്കാനും മറന്ന്. പൈസ ഒന്നും കയ്യിലില്ല. പൈസ കജ്ജിലില്ല? ഇല്ലടോ. അനക്കൊന്നും നിറച്ചോണ്ട് നടക്കാനില്ലേ? അതിന് പൈസ നിറച്ച് നടക്കാനുള്ള പൈസ ഒന്നും ഇല്ല. കുറച്ചെങ്കിലും അടിക്കായിരുന്നു, അതിനുള്ളില്ല. അപ്പൊ കഴിയുന്ന ഞാൻ വിചാരിച്ചില്ല. അല്ല കുഞ്ഞാപ്പോ, എന്റെ അടുത്ത് പൈസ എന്തിനുണ്ടാ? എന്റെ അടുത്ത് പൈസ ഉണ്ട്. അത് മീൻ മേടിക്കാനുള്ളതാണ്. എണ്ണ അടിക്കട്ടോ. എണ്ണ അടിച്ചില്ലെങ്കിൽ എന്റെ അമ്മ ചീത്ത അറിയൂ. എനിക്ക് മീൻ മേടിച്ചില്ലെങ്കിൽ എനിക്ക് മീൻ കൂട്ടാൻ പറ്റൂല. മീനൊക്കെ പിന്നെ കൂട്ടാ കുഞ്ഞാപ്പ. ഇത് എണ്ണ അടിച്ചാൽ എന്നെ കാണാൻ വേണ്ടി വരാൻ പറ്റുള്ളൂ. അതും ശരിയാണില്ലേ? ഇന്ന് വെച്ചൊരു കാര്യം ചെയ്യേ, ഈ പൈസ തരാ കൊണ്ടുവന്നാ എന്നിട്ട് എണ്ണ അടിച്ചിട്ട് എനിക്ക് പൈസ തരണട്ടാ. മീനില്ലാതെ പെരേക്ക് വന്നില്ലെങ്കിലേ ഇമ്മാരെന്നെ ചീത്തട്ടും. എനിക്ക് മീൻ തിന്നാനും പറ്റൂല. കുഞ്ഞാപ്പോ, ഞാൻ എണ്ണ അടിച്ചിട്ട് കൊടുന്നു തരാം. പിന്നെ എനിക്ക് മീൻ വാങ്ങാൻ അമ്മ 50 ഉറുപ്പ്യ എന്നതാണ്. ഇതിന് മീൻ മേടിച്ചിട്ടേ ബാക്കിക്കില്ലേ എന്താണ് ഇതെന്തല്ലേ സിപ്പപ്പം വാങ്ങാനുള്ളതാണ്. ആകെ 50 ഉറുപ്പ്യ തന്നിട്ടുള്ളൂ. മീൻ വാങ്ങണം, സിപ്പപ്പം വാങ്ങണം. സിപ്പപ്പ് ഇതൊക്കെ ഞാൻ മേടിച്ചാറുണ്ട്. വേഗം തരട്ടാ. ഇന്ന് എണ്ണ അടിച്ചിട്ട് വേഗം പോരട്ടാ. എന്നാ കുഞ്ഞാപ്പു എവിടെ നിക്കാ? ഞാൻ എവിടെയും നിക്കാ. ഇവിടെ തന്നെ നിന്നാ മതിയാ? എന്നാ ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ ഇങ്ങോട്ട് വരാം. വേണ്ട, എനക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ ആ റോട്ടിന്റെ അവിടെ വന്നിക്കാം. വേണ്ട, ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ കുറച്ചുകൂടെ കേട്ടാ മൂലക്ക് നിന്നാ. ഏതിലും മൂലക്ക് നിക്കട്ടാ. ഉണ്ടാവണോട്ടാ. നേരായാലും ഞാൻ നിക്കലങ്ങിട്ട് ബാബ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇമ്മണി നേരെയാവും ചെയ്ത്. ബാബാനെ കാണാനും ഇല്ല. മീൻകാരൊക്കെ പോവും ചെയ്യും. ഇനിയിപ്പോ വരെ പോയിട്ടുണ്ടെങ്കിൽ ഇമ്മാരിന്ന് ചീത്തിട്ടും ചെയ്യും. മീൻ പഠിക്കാതെ പോയാല് ഈ ബാബ എന്ത് പണിയാ ചെയ്തത്?
ഞാനിപ്പോൾ എന്താ ചെയ്യാ? അവിടുന്ന് കാണാനും ഇല്ലല്ലോ. എനിക്കറിയാം കാലൊക്കെ കടി നിന്നിട്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ആ റോട്ടിലാണ്ട് പോയോട്ടെ. ചിലപ്പോൾ ഞാൻ അവിടെ ആണെങ്കിലോ ഇനി പറയാൻ പറ്റൂല. എന്നെ ഇനി കഴിഞ്ഞില്ലെങ്കിലോ ഇതേമാതിരി എന്നെ കഴിഞ്ഞിട്ട് ഇനി വേറെ ആരെയും കാത്തിക്കാവും പൈസക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓനെ പിടിക്കാം. അത് നല്ലൊരു സൂത്രം തന്നെയാണ്. ഞാൻ പോയോട്ടെ.